കാരണം ഇന്ന് നമ്മൾ ഡയമെൻഷൻസിന്റെ ലാസ്റ്റ് പാർട്ട് അതിന്റെ മൂന്നാമത്തെ യൂസും അതിന്റെ ലിമിറ്റേഷൻസും കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളിയായിട്ട് തീർക്കാണ്. അതിനു മുമ്പേ കുറച്ച് വളരെ സന്തോഷകരമായ വാർത്തകളും അതോടൊപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അത് കേരളത്തിലുള്ള എല്ലാ കുട്ടികളോടും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു സന്തോഷ വാർത്ത. വേറെ ഒന്നുമല്ല, നമ്മുടെ യൂട്യൂബിൽ നമുക്ക് 1,00,000 ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സായി. എല്ലാവരോടും ഒരുപാട് നന്ദി എല്ലാ കുട്ടികളോടും. കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ളൊരു ഒരിക്കലും ഞാനൊരു ഇത് പറയത്തില്ല. നമ്മുടെ ഉത്തരവാദിത്തമാണ് അത്. ചാനലായാലും ക്ലാസ് ആണെങ്കിലും ഞാൻ 2003 ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ വളരെ കുറച്ച് കുട്ടികൾ മുതൽ പിന്നെ പതുക്കെ അത് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്ക് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടും എൻട്രൻസ് കോച്ചിങ് സെൻ്ററായിട്ടൊക്കെ വളർത്താൻ സാധിച്ചത് ഒരുപക്ഷെ കഠിന പ്രയത്നം നമ്മുടെ ഈശ്വരാധീനവും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന എല്ലാവരും കൊണ്ടാണ്. ഓഫ്ലൈൻ കുട്ടികളാണ് എന്നെ ഈ 10, 35, 40 കിലോമീറ്റർ ചുറ്റളവിൽ അത്യാവശ്യം ഒരു അധ്യാപകൻ എന്നുള്ള ലെവലിൽ പ്രശസ്തിയാക്കി തന്നത്. അതിനുശേഷം അവിചാരിതമായാണ് എല്ലാ ലോക്ക്ഡൌണും കഴിഞ്ഞ ശേഷം June 5 ലോക്ക്ഡൌണിന്റെ പ്രധാനപ്പെട്ട ഇതെല്ലാം കഴിഞ്ഞ ശേഷം June 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എനിക്കൊന്നും യൂട്യൂബിന്റെ സബ്സ്ക്രൈബോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് എന്നുള്ളത് അറിയാം, അല്ലാതെ മോണിറ്റൈസേഷന്റെ യാതൊരു പോളിസി അറിയാത്ത ഒരാളെ, ഒരു അധ്യാപകനെ 100% ചങ്കൂറ്റത്തോടുകൂടി കുട്ടികൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് ഫുൾ ഇമ്പ്രൂവ്മെന്റ്, നിങ്ങളുടെ സീനിയേഴ്സിന് ഫുൾ ഇമ്പ്രൂവ്മെന്റ് തീർത്തു കൊടുക്കുമെന്നുള്ള വലിയൊരു ഒരു ടാർഗറ്റ് നമ്മൾ ചെയ്യും. എല്ലാം കൃത്യമായിട്ട് തീർത്തു കൊടുക്കുക മാത്രമല്ല, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ വീഡിയോസും ചെയ്ത് കൊടുക്കുകയും അവർക്ക് ഏറ്റവും ടോപ്പ് റിസൾട്ട് കിട്ടുകയും ചെയ്തതോടുകൂടി അവരിൽ നിങ്ങളിലൊരാളാണ് ഞാൻ. അല്ലാതെ ഞാൻ ഗിരീഷ് സാർ അധ്യാപകനായി മാറി നിൽക്കുന്ന ഒരു അധ്യാപകനല്ല, ഒരിക്കലും നിങ്ങളിലൊരാളാണ് ഞാൻ. ഇപ്പം 1,00,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ 1,00,000ത്തിന്റെ കൂട്ടത്തിൽ അരികെ നിൽക്കാൻ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അത്രയും ഒരു ശക്തി ഉണ്ടല്ലോ എന്നുള്ളൊരു ഒരു ബലം ഉണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം കുറച്ച് അധ്യാപക സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം, യൂട്യൂബേഴ്സും ഒക്കെ കുറച്ച് പേര് വിളിച്ചു. അന്നേരം വളരെ സന്തോഷം തോന്നി. കാരണം കേരളത്തിലെ ആദ്യത്തെ 1,00,000 ആദ്യത്തെ ഫിസിക്സ് അധ്യാപകനാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അതിന്റെ എല്ലാ ക്രെഡിറ്റും 100% ഇത് കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും കൂടുതലും കുട്ടികളായിരിക്കും, മാതാപിതാക്കൾക്കും പിന്നെ ദൈവത്തിനും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. അതൊക്കെ ഒരുപാട് നേട്ടങ്ങളാണ്. അതിനുശേഷമുള്ള +2 അവരോടൊപ്പം ഇപ്പൊ എപ്പോഴും പ്രാക്ടിക്കലും അതിന്റെ എല്ലാ പ്രതിഷേധത്തിനും ഒരു അധ്യാപനമുള്ളതാണ്. പ്രതിഷേധം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇപ്പം കഴിഞ്ഞ വട്ടം 10ാം ക്ലാസ്, ഈ വട്ടത്തെ +1 ഇങ്ങനെ വളരെ കാര്യമായിട്ട് അന്നേരം അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം +1 എല്ലാ വിഷയങ്ങളും ഫ്രീ ആയി കൊടുക്കാറുണ്ട്. ഇന്നലെ ബയോളജി വരെ ഫ്രീ ആയി കൊടുത്തു. 100K ആഘോഷം പോലും ഞാൻ അവിടെ ആഘോഷ സംഭവം ഒന്നും ചെയ്തില്ല. ഇന്നലെ ബയോളജിയുടെ ക്ലാസ് കൊടുക്കുമായിരുന്നു. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വിപിൻ സാർ എന്ന് പറഞ്ഞ സാറിന് കോവിഡായിട്ട് ക്വാറന്റൈനിലൊക്കെ കഴിഞ്ഞതിന് ശേഷം സാർ ഇന്നലെ എല്ലാ റിസൾട്ടിന്റെ നെഗറ്റീവ് ആയതിനു ശേഷമാണ് സാർ ഇന്നലെ ആദ്യത്തെ ക്ലാസ് എടുക്കുന്നത്. അത് നിങ്ങൾ വിചാരിക്കേണ്ടത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകർ, അത്രയും ഗംഭീരമായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടതിന് ശേഷമാണ് വരുന്നത്. അന്നേരം അവരെല്ലാം യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാൻ ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അധ്യാപകർ, എല്ലാ നല്ല ഗംഭീരമായ അധ്യാപകരെ +1 കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്. അത് നിങ്ങൾക്ക് ആവശ്യം എന്ന് ഉറപ്പായിട്ട് തോന്നും. അത് ആവശ്യം ആണ്. ആ സമയത്താണ് നമ്മൾ ഇത് കൃത്യമായിട്ട് ചെയ്തത്. അത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. അന്നേരം ഇങ്ങനെയുള്ള എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാർക്കും എല്ലാം ഞാൻ അധീക്ഷണം പഠിപ്പിച്ച ഗുരുക്കന്മാർക്കും എല്ലാ അധ്യാപകരോടും എന്നെ പഠിപ്പിച്ച അധ്യാപകരോടും എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും എല്ലാവരോടും, എൻ്റെ എഡിറ്റ് ചെയ്യുന്ന എൻ്റെ കുഞ്ഞുങ്ങളോടും എൻ്റെ കുട്ടികളോടും, രാത്രിയും പകലും ഇല്ലാതെ എന്നോടൊപ്പം 2 മണി വരെ 1 മണി വരെ ഒക്കെ വർക്ക് ചെയ്യുന്ന എൻ്റെ കുട്ടികളോട് ഒരിക്കലും അവരെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. മനുവും ജോജുവും എൽസാഫും ഇങ്ങനെയൊക്കെ കുട്ടികൾ, അവർ 3 പേരാണ് എന്നെ എപ്പോഴും ഇതാക്കുന്നത്. മനു ജോജു ഇപ്പം കുറേ മാസങ്ങളായിട്ട് ഊണും ഉറക്കമില്ല നമ്മുടെ കൂട്ടത്തിൽ തന്നെയാണ്. അന്നേരം അവരൊക്കെ എന്നെ ഒരുപാട് എൻ്റെ യൂട്യൂബിൻ്റെ ഇതിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എൽസാഫ് എന്ന് പറഞ്ഞാൽ അവനാണ് എനിക്ക് യൂട്യൂബിൽ ആദ്യമായിട്ട് എന്തെങ്കിലും ആദ്യാക്ഷരം കുറിച്ച് തന്നത്, അവനാ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നതും ഒക്കെ എൽസാഫ് എന്ന് പറയുന്ന പയ്യനാണ്. അന്നേരം ഇതെല്ലാം ആരെയും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എല്ലാവരോടും വാക്കുകൾ കൊണ്ട് പറയാവുന്നതിനപ്പുറം ഒരു മാഷം എന്നുള്ളതിൽ ഉറപ്പായിട്ടും കൈകൂപ്പി നന്ദി പറയുന്നു. ഇത് എന്നെ സംബന്ധിച്ചുള്ള ഒരു ധന്യ മുഹൂർത്തമാണ്. വേറൊന്നുമല്ല, നിങ്ങളാണ് എൻ്റെ ശക്തി, നിങ്ങളാണ് എൻ്റെ ബലം. കാരണം കൂടുതൽ കുട്ടികൾ മാത്രം കാണുന്ന ചാനലായിരിക്കും കൂടുതൽ പേര്. കാരണം 90% കുട്ടികൾ കാണുന്ന ചാനലിൽ കുട്ടികളുടെ സപ്പോർട്ടോടുകൂടി ഒരു അധ്യാപനം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇനി മുന്നോട്ടും ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് കയറാം. ഒരുപാട് നന്ദി. അന്നേരം നമ്മള്
ഇന്നത്തെ ക്ലാസ്സിന് മുമ്പേ വാട്സാപ്പിൽ 2 ലിങ്ക് കൂടെ ഒരുപാട് ലിങ്ക് ഇട്ട് ഗ്രൂപ്പുകൾ ഫുൾ ആകാണ്. 2 ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കൃത്യമായിട്ട് നോക്കുക. അതുപോലെ പ്ലേലിസ്റ്റുകൾ, എല്ലാ വിഷയത്തിന്റെയും പ്ലേലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഗിരീഷ് ഫിസിക്സ് കയറിയിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ +1ന്റെ നിങ്ങളുടെ ഫോക്കസ് ഏരിയ ബേസിലുള്ള എല്ലാ വിഷയങ്ങളുടെയും പ്ലേലിസ്റ്റ് ഉണ്ട്. അത്യാവശ്യം ഡിസ്ക്രിപ്ഷനിൽ ഇനിയും കൊടുത്തു പോകാം, നിങ്ങളുടെ ഓരോന്നും കഴിയുന്നതിന്റെ കൃത്യമായിട്ട് കൊടുത്തു പോകാം. അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഓരോ ലിങ്കും കൊടുത്തു പോകാം. മാക്സിമം അതിനും ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫിസിക്സിന്റെ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് നമ്മൾ ഡയമെൻഷനോടുകൂടി നമ്മൾ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഒന്ന് ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററും 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റും. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ട എന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ടോപ്പിക്ക് വേണ്ട, ഫിസിക്കൽ വേൾഡ് വേണ്ട. പക്ഷെ ആ വീഡിയോയ്ക്ക് അത് കാണുന്ന ഡയമെൻഷൻസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വേണ്ട, അത് വേണ്ട. പക്ഷെ ആ വീഡിയോയ്ക്ക് അത് കാണുന്ന ബാക്കിയെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ നിങ്ങൾ ഓർത്തിയാൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഫിസിക്കൽ വേൾഡ് ഒഴിച്ച് ആ വീഡിയോയ്ക്ക് അത് കാണുന്ന ബാക്കിയെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി എല്ലാ വീഡിയോസും നമുക്ക് വേണ്ട ഫോക്കസ് ചെയ്ത് തന്നെ എല്ലാം ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് തുടങ്ങി വെച്ചു. കാരണം ഡയമെൻഷൻസ് അങ്ങ് തീർത്തിട്ട് നമുക്ക് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ ബാക്കിയുള്ള 2 ക്ലാസ് മതി. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, നല്ല ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഒരു ടെൻഷനും നിങ്ങളുടെ മനസ്സിൽ വേണ്ട. എപ്പോഴും പവറായിട്ട് ഗ്രീസ് അത് കാണും. അത് 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാം നല്ലതിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ എന്നും അങ്ങനെ തന്നെയാണ്. ഓഫ്ലൈൻ അധ്യാപനമായിട്ട് നിൽക്കുമ്പോഴും ഓൺലൈൻ അധ്യാപനമായിട്ട് നിൽക്കുമ്പോഴും എല്ലാം ഓഫ്ലൈനിലും ഓൺലൈനൊന്നും ഇല്ല. മനുഷ്യനാണ്, സാധാ മാഷാണ്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം സഞ്ചരിക്കാനാണ് എനിക്ക് താല്പര്യം. നിങ്ങളൊരാളായിട്ട് മുന്നോട്ട് പോകാനാണ്. നമുക്ക് ഇന്ന് 3ാമത്തെ ആപ്ലിക്കേഷൻ, ആദ്യത്തെ യൂസ് എന്താ ഡയമെൻഷന്റെ പടം പറഞ്ഞേ, ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. നമ്പർ 2, to derive the correct relationship between physical quantities. And number 3, to convert a unit from one system into another. പലപ്പോഴും ഇത് സിലബസ് ഇല്ല എന്ന് പറഞ്ഞിട്ടും സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. NCERT-ക്കുള്ള 2 ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളിപ്പം പഠിപ്പിക്കും. ഓക്കെ വാ, പവറായിട്ട് പവർ മൂടേഷ് എല്ലാം ഓക്കെ വാ. ഡയമെൻഷനിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകണം. 3ാമത്തെ യൂസ്, ടു കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ഇൻടു അനദർ. 2 എക്സാമ്പിൾ NCERT-ക്കുള്ള 2 പഠിച്ചാൽ മാത്രം മതി. ചോദിച്ചാൽ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി പോരും എവിടെ ഇരിക്കേ. കൺവേർട്ട് 1 ന്യൂട്ടൺ ഇൻടു 10⁵ ഡൈൻ. കൺവേർട്ട് 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ SI സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഫോഴ്സിന് നിങ്ങൾ എഴുതണം, ഇൻ SI സിസ്റ്റം ദി യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. In CGS system, centimeter gram second പഠിച്ച systems of units പഠിച്ച CGS system, ഇതിനകത്ത് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ ആണ്. നിങ്ങൾ അടുത്ത സെന്റൻസ് ആയിട്ട് ഇങ്ങനെ ആദ്യത്തെ സെന്റൻസ് എന്താ എഴുതണ്ടേ? ഇൻ SI system the unit of force is Newton. In CGS system the unit of force is dyne. ആ 2 സെന്റൻസ് 2 വരിയായിട്ട് എഴുതിയതിനു ശേഷം 3ാമത് നിങ്ങൾ എഴുതണം the dimension of force is. അതില്ലാതെ കളിയില്ല. the dimension of force is mLT⁻². mLT⁻². the dimension of force is mLT⁻². ഒരുപാട് മെത്തേഡിൽ ഈ പറയുന്ന ഫിസിക്സിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡിലായിരിക്കും ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകും. നിങ്ങൾ തന്നെ വിചാരിക്കും, ഇതാണ് ഒരെണ്ണം ഒന്ന് പഠിച്ചാൽ അടുത്തത് നമുക്ക് പടാറായിട്ട് നമുക്ക് നോക്കാം. കൺവേർട്ട് 1 ന്യൂട്ടൺ ഇൻടു 10⁵ ഡൈൻ. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. ഞാൻ ഇച്ചിരി കൂടി നീക്കി എഴുതാം, അല്ലെങ്കിൽ പോകും. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ mLT⁻² ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, m എന്ന് പറഞ്ഞാൽ മാസ് ആണ്, l എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, t എന്ന് പറഞ്ഞാൽ ടൈം ആണ്. മാസിന്റെ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. മാസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. നമുക്ക് m എന്നുള്ളതിന് നമുക്ക് 1m എന്ന് എഴുതാം, 1l എന്ന് എഴുതാം, 1t എന്ന് എഴുതാം. കാരണം 1m എന്ന് പറഞ്ഞാൽ m എന്നാണല്ലോ. മാസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കിലോഗ്രാം ആണ്. ഞാൻ 1 കിലോഗ്രാം എന്ന് എഴുതും. ഒരെണ്ണം പഠിപ്പിച്ചു മനസ്സിലാവും. 1 കിലോഗ്രാം. ലെങ്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണ്. ഇൻറ്റു 1l എന്ന് പറയും 1 മീറ്റർ, ഇൻറ്റു ടൈമിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെക്കൻഡ് ആണ്. എന്നാൽ നമുക്ക് 1 ഇവിടെ t⁻² ആണ്. അന്നേരം 1 second⁻².
எப்படி இருக்கு? സൂപ്പറായി ഇരിക്കും. ഓക്കെ, 1 ന്യൂട്ടൺ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. അടിപൊളിയല്ലേ? മാസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കിലോഗ്രാം, 1 mm 1 കിലോഗ്രാം ഇൻറ്റു ലെങ്തിന്റെ 1 മീറ്റർ ഇൻറ്റു 1 സെക്കൻഡ് റൈസ് ടു -2. ഇനി 1 ഡൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത് നമുക്ക് ആദ്യം നേരത്തെ റെഡിയാക്കി വെക്കാം. ഡൈൻ എന്ന് പറഞ്ഞാൽ CG സിസ്റ്റം, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. മാസിന്റെ യൂണിറ്റ് എന്താണ്? ഗ്രാം ആണ്. അന്നേരം 1 mm എന്ന് പറയുന്നത് 1 ഗ്രാം ഇൻറ്റു ലെങ്തിന്റെ സെന്റിമീറ്റർ ആണ്, അതുകൊണ്ട് 1 സെന്റിമീറ്റർ. CGS ടൈമിന്റെ CG സിസ്റ്റത്തിനകത്തും സെക്കൻഡ് ആണ്, അന്നേരം 1 സെക്കൻഡ് റൈസ് ടു -2. അടിപൊളിയായില്ലേ? ഇനി നമുക്ക് തുടങ്ങാം പരിപാടി. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കണം 1000 ഗ്രാം ആണ്. അന്നേരം 1000 ഗ്രാം ഇൻറ്റു 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ഇൻറ്റു ഇവിടെ നിങ്ങൾ രണ്ടിടത്ത് നോക്കി, രണ്ടും എടുത്ത് ഒരുപോലെ തന്നെ 1 സെക്കൻഡ് റൈസ് ടു -2. ഞാൻ അതുപോലെ തന്നെ എഴുതി 1 സെക്കൻഡ് റൈസ് ടു -2. അങ്ങനെ നമ്മൾ തൊടാനേ പോയില്ല. എവിടെ? ഇനി നമ്മൾ 100 എന്ന് പറഞ്ഞാൽ നമ്മൾ 10ന്റെ പവറിൽ അങ്ങനെ എഴുതുന്നത് 10 റൈസ് 2 0 കൊണ്ട് 10 റൈസ് ടു 2 എന്ന് എഴുതും. 1000 എന്ന് പറഞ്ഞാൽ നമ്മൾ 10 റൈസ് ടു 3 എന്ന് എഴുതും. അങ്ങനാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം? 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1000 എങ്ങനെ എഴുതാം? 10 റൈസ് ടു 3 ഗ്രാം ഇൻറ്റു 100നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 റൈസ് ടു 2 സെന്റിമീറ്റർ ഇൻറ്റു 1 സെക്കൻഡ് റൈസ് ടു -2. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം 1 ജൂൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 10 റൈസ് ടു 5 ജൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 10 റൈസ് ടു 5 ഇൻറ്റു 1 ജൂൾ എന്ന് എഴുതാം. കാരണം 10 റൈസ് ടു 5 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 10 റൈസ് ടു 5 തന്നെ. അങ്ങനെയാണെങ്കിൽ 10 റൈസ് ടു 3 ഗ്രാമിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതിയാൽ തെറ്റില്ലല്ലോ. 10 റൈസ് ടു 3 ഇൻറ്റു 1 ഗ്രാം. 10 റൈസ് ടു 3 ഇൻറ്റു 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 10 റൈസ് ടു 3 തന്നെ ഇൻറ്റു 10 റൈസ് ടു 2 സെന്റിമീറ്റർ എങ്ങനെ എഴുതാം? 10 റൈസ് ടു 2 ഇൻറ്റു 1 സെന്റിമീറ്റർ ഇൻറ്റു 1 സെക്കൻഡ് റൈസ് ടു -2. എന്തിനെങ്ങനെയാണെന്ന് അറിയാമോ? ക്ലിയർ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇനി പവർ എല്ലാം നമുക്ക് ഒരുമിച്ച് എഴുതാം. പവർ എന്ന് പറയുമ്പോൾ 10 റൈസ് ടു 10ന്റെ പവർ 10 റൈസ് ടു 3 ഉണ്ട്, 10 റൈസ് ടു 2 ഉണ്ട്. അത് രണ്ടും ഒരുമിച്ച് അങ്ങ് എഴുതാം. 10 റൈസ് ടു 3 ഇൻറ്റു 10 റൈസ് ടു 2. ബാക്കിയുള്ള എല്ലാം ഒരുമിച്ച് എഴുതാം. 1 ഗ്രാം ഇൻറ്റു 1 സെന്റിമീറ്റർ ഇൻറ്റു 1 സെക്കൻഡ് റൈസ് ടു -2. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10 റൈസ് ടു 3 ഇൻറ്റു 10 റൈസ് ടു 5. A റൈസ് ടു m ഇൻറ്റു A റൈസ് ടു n എന്ന് പറഞ്ഞാൽ A റൈസ് ടു m ഇൻറ്റു A റൈസ് ടു n എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പഠിച്ചു A റൈസ് ടു m പ്ലസ് n ആണ്. അങ്ങനെയാണെങ്കിൽ 10 റൈസ് ടു 3 ഇൻറ്റു 10 റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ 10 റൈസ് ടു 5. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10 റൈസ് ടു 5 1 ഗ്രാം ഇൻറ്റു 1 സെന്റിമീറ്റർ ഇൻറ്റു 1 സെക്കൻഡ് റൈസ് ടു -2. 1 ഗ്രാം ഇൻറ്റു 1 സെന്റിമീറ്റർ ഇൻറ്റു 1 സെക്കൻഡ് റൈസ് ടു -2 എന്ന് പറഞ്ഞാൽ 1 ഡൈനം. അന്നേരം നമുക്ക് ഇത്രയും സാധനം ഇൻറ്റു 1 ഡൈൻ എന്ന് കൊടുക്കാം. ഒറ്റ സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്തിട്ടില്ല. 10 റൈസ് ടു 5 ഇൻറ്റു 1 ഡൈൻ എന്ന് പറഞ്ഞാൽ 10 റൈസ് ടു 5 ഡൈൻ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതൊന്ന് എഴുതി ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി ഒന്ന് എഴുതി പഠിച്ചാൽ ഏത് സംഭവം വന്നാലും നമുക്ക് കിടുകാഴ്ചയായി ചെയ്യാം. വേറെ മെത്തേഡൊക്കെ ഉണ്ട്, ഇൻറ്റു n1 എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മെത്തേഡിലൊക്കെ ചെയ്യാം. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാം. സിമ്പിൾ ആയിട്ട് 1 2 3 4 5 6 7 8 സ്റ്റെപ്പ് ഞാൻ എല്ലാ സ്റ്റെപ്പിലും എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ സ്റ്റെപ്പും എഴുതി പഠിച്ചു. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം എഴുതി പോകണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പഠിക്കുന്നതിൽ നമ്മൾ വ്യക്തവും ശക്തവുമായി പഠിക്കണം. പൊളിയായിട്ട് പഠിക്കണം. ഫിസിക്സിനെ സ്നേഹിച്ച് പഠിച്ചാൽ ഫിസിക്സ് വാരിക്കോരി നിങ്ങുന്നത്, മാർക്കുകൾ വാരിക്കോരുത്. അങ്ങനെ വേണം പഠിക്കാൻ. അപ്പം ഇത് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് കൺവേർഷൻ എളുപ്പമായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് സംശയം വേണ്ട. നോക്കാം. ബെറ്റ് വെക്കുന്ന ഗിരീഷ് ബെറ്റ് റെഡിയാണോ? ഓക്കെ. അടുത്തത് മൂന്നാമത്തെ ആപ്ലിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലാസ്റ്റ് വൺ. കൺവേർട്ട് 1 ജൂൾ ഇൻറ്റു 10 റൈസ് ടു 7 ERG. അന്നേരം നമ്മൾ ആദ്യം എഴുതുന്നത് എന്താണ്? വർക്കിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ജൂൾ.
വർക്കിന്റെ CGS സിസ്റ്റത്തിനകത്തുള്ള യൂണിറ്റ് ആണ് എർഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതാം, ഇൻ SI system the unit of work is joule, in CGS system the unit of work is erg. The dimension of work is dimension അറിഞ്ഞിരിക്കണം ml square t raised to minus 2. എന്നാൽ ഈ ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഡയമെൻഷൻസ് ഞാൻ പഠിച്ച ഡയമെൻഷൻസ് എല്ലാം ഒന്ന് പഠിച്ചോണ്ട് പോകണം കൃത്യമായിട്ട്. 20 ഡയമെൻഷൻസോ 23 ഡയമെൻഷൻസോ പഠിച്ചിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് പഠിക്കണം. അതായത് ഡയമെൻഷൻ ഓഫ് വർക്ക് ഈസ് ml square t raised to minus 2. അപ്പൊ നേരത്തെ വെച്ച് നമ്മളൊക്കെ നോക്കാം. ml സ്ക്വയർ ആണ് ഈ വലുതായിട്ട് തന്നെ എഴുതുന്നത്. ml സ്ക്വയർ t raised to minus 2 എന്ന് പറഞ്ഞാൽ 1m 1l സ്ക്വയർ 1 t raised to minus 2. കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? എന്തോ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് 1 ജൂൾ, മാസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് 1 കിലോഗ്രാം ഇൻറ്റു എൽ സ്ക്വയർ ആണ്. ലെങ്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ, എൽ സ്ക്വയർ ആകുമ്പോൾ 1 മീറ്റർ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു t raised to minus 2 ആ. 1 t raised to minus 2 എന്ന് പറഞ്ഞാൽ 1 second raised to minus 2. നമ്മള് ജൂളിനെ ഒതുക്കി അടുത്ത എർഗിനെ ഒതുക്കാൻ പോവാണ്. 1 എർഗ് എന്ന് പറഞ്ഞാൽ CGS സിസ്റ്റം. അന്നേരം മാസ് 1m എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ഇൻറ്റു എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ സെന്റിമീറ്റർ ആണ്. അന്നേരം 1 സെന്റിമീറ്റർ ദി ഹോൾ സ്ക്വയർ. t raised to minus 2 എന്ന് പറഞ്ഞാൽ 1 second raised to minus 2. ഇത് രണ്ടും കട്ട് ആൻഡ് ക്ലിയർ. ഓക്കെ ആണ്. ഇതൊക്കെ എനിക്ക് നമുക്ക് എളുപ്പമാണ്. 1 ജൂൾ ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം? ഇനി കാണാൻ വേണം 1000 ഗ്രാം. എത്രയാണ്? 1000 ഗ്രാം ഇൻറ്റു 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ? 100 സെന്റിമീറ്റർ. പക്ഷെ 1 മീറ്റർ ദി ഹോൾ സ്ക്വയർ ആണ്. അന്നേരം നമ്മൾ 100 സെന്റിമീറ്റർ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ദി ഹോൾ സ്ക്വയർ. എന്നിട്ട് അതുപോലെ തന്നെ എഴുതുക 1 second raised to minus 2. രണ്ടിടത്തും ഒരുപോലെ തന്നെ. ഒരു ഐഡിയ ആയി പഠിച്ചോളാം നിങ്ങൾ. ഓക്കെ. 1 ജൂൾ ഈസ് ഈക്വൽ 1000 ഗ്രാം ഇൻറ്റു 100 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 100. 100 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 2 പൂജ്യം വരും. 10,000 1 2 3 4 10,000 സെന്റിമീറ്ററിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു 1 second raised to minus 2. അടുത്ത 1 ജൂൾ ഈസ് ഈക്വൽ ടു പവർ ആയിട്ട് നിങ്ങൾ എഴുതിയേ. പവർ ആയിട്ട് 10 raised to 3 അല്ലേ? 1000 എന്നാണ് എഴുതുന്നത്. 1000 ഗ്രാമിനെ 10 raised to 3 ഗ്രാം. 10,000 ആകുമ്പോൾ എത്ര സീറോ ഉണ്ട്? 4 സീറോ. 10 raised to 4 സെന്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു 1 second raised to minus 2. ഇനി ഓക്കെ, അത് ക്ലിയർ ആയി. അതാണ് 1 ജൂൾ ഈസ് ഈക്വൽ 10 raised to 3 ഗ്രാമിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 raised to 3 ഇൻറ്റു 1 ഗ്രാം അല്ലേ? 10 raised to 3 ഇൻറ്റു 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 10 raised to 3 ഗ്രാം ഇൻറ്റു 10 raised to 4 സെന്റിമീറ്റർ സ്ക്വയർ എഴുതാം. 10 raised to 4 ഇൻറ്റു 1 സെന്റിമീറ്റർ ദി ഹോൾ സ്ക്വയർ. 1 സെന്റിമീറ്റർ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ സ്ക്വയർ തന്നെ ഇൻറ്റു മറ്റേ അതുപോലെ തന്നെ 1 second raised to minus 2. പാവത്താൻ അവനെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അടുത്ത 1 ജൂൾ ഈസ് ഈക്വൽ ടു പവറിൽ ഒരുമിച്ച് എഴുതാൻ പോവാണ്. 10 raised to 3 10 raised to 4 10 raised to 3 ഇൻറ്റു 10 raised to 4. ബാക്കിയുള്ള എല്ലാം ഒരുമിച്ച് എഴുതാം. 1 ഗ്രാം ഇൻറ്റു 1 സെന്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു 1 second raised to minus 2. 10 raised to 3 ഇൻറ്റു 10 raised to 4 എന്ന് പറഞ്ഞാൽ 10 raised to 7 ഇൻറ്റു 1 gram into 1 centimeter the whole square into 1 second raised to minus 2. എന്താണ്? 1 erg. 1 joule is equal to 10 raised to 7 into 1 erg എന്ന് പറഞ്ഞാൽ 10 raised to 7 erg. പുലി സിംഗം എപ്പടി ഇരിക്കെ? രണ്ടെണ്ണം. ഈ രണ്ടെണ്ണം പഠിച്ചാൽ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഈ രണ്ടെണ്ണം പഠിച്ചിരിക്കണം. കൺവേർട്ട് 1 Newton into 10 raised to 5 ഡൈനും കൺവേർട്ട് 1 ജൂൾ into 10 raised to 7 erg. എനിക്ക് തോന്നുന്നു നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു കാണും. വേണമെങ്കിൽ ഒന്ന് എഴുതി പഠിക്കുവരോട്ടൊക്കെ ഒന്നുകൂടെ കാണുമോ? എഴുതി പഠിക്കുകയോടെ ചെയ്ത് പിന്നെ നിങ്ങൾ മറക്കത്തില്ല. സംശയം വേണ്ട. പക്ഷെ പഠിത്തത്തിൽ ഉഴപ്പരുത്. അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടിനെയും കുറച്ച് ദിവസങ്ങളുണ്ട് എന്ന് വിചാരിച്ചിരിക്കരുത്. പണിപാളും അവർ അച്ഛ. അന്നേരം നല്ല പവറായിട്ട് പഠിക്കുക. അന്നേരം ഡയമെൻഷൻസ് ഇത്രയൊക്കെ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് യൂസസ് ഓഫ് ഡയമെൻഷൻസ് ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ എന്തായാലും ഡയമെൻഷൻസ് കുറെ ലിമിറ്റേഷൻസ് കാണാതിരിക്കത്തില്ല. പരിമിതികളില്ലാത്ത മനുഷ്യനും എല്ലാവർക്കും ഉണ്ട്. ദൈവത്തിന് പരിമിതികളുണ്ട്, നമുക്ക് പരിമിതികളുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പോലും പരിമിതികളുണ്ട്. അന്നേരം ഉറപ്പായിട്ടും ഡയമെൻഷനും ലിമിറ്റേഷൻസും ഉണ്ട്. അതുകൂടെ പഠിച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ. ചാപ്റ്ററിന് വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല, ഉറപ്പിക്കാം 100%. അത് നമുക്ക് ലാസ്റ്റ് വൺ, ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. And the final one is dimensionന്റെ limitations. സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ അതുകൊണ്ടാണ് പഠിച്ചു തീർക്കുക. കാരണം എന്തായാലും ഡയമെൻഷൻ ചോദിക്കും, ചില ഡയമെൻഷന്റെ ലിമിറ്റേഷൻ പരിമിതികൾ ചോദിച്ചാൽ നിങ്ങൾ വെള്ളം പിടിക്കും. അല്ലെങ്കിൽ
ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് നമുക്ക് നല്ല സ്പ്രൈറ്റ് കുടിക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. ഫസ്റ്റ് വൺ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ദിസ് മെത്തേഡ് does not determine the value of constant of proportionality. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെ ഡാൻസ് ചെയ്യുന്ന പോലെ പോയി. ഓക്കെ. This method does not determine the value of constant of proportionality. Constant of proportionality ഒന്നും എന്തില്ല, ഡയമെൻഷൻ ഇല്ല. ഉദാഹരണം k എന്ന് പറയുന്ന കോൺസ്റ്റന്റിന് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. പക്ഷെ അല്ലാതുള്ള കോൺസ്റ്റന്റുകൾക്കുണ്ട്. ഇപ്പം g ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്, അങ്ങനെയുള്ള കോൺസ്റ്റന്റുകൾക്ക് ഡയമെൻഷൻ ഉണ്ട്. പ്രൊപ്പോർഷണാലിറ്റി k എന്ന് പറയുന്ന അങ്ങനെയുള്ള കോൺസ്റ്റന്റുകൾക്കൊന്നും എന്തില്ല, ഡയമെൻഷൻ ഇല്ല. അതൊരു പരിമിതി തന്നെയല്ലയോ ആണോ. രണ്ട്, this method cannot be determined angle, strain, numbers, trigonometric ratios, etc. എന്ന് പറഞ്ഞാൽ ആംഗിളിന്റെ ഡയമെൻഷൻ ഇല്ല, സ്ട്രെയിനിന്റെ ഡയമെൻഷൻ ഇല്ല. നമ്മൾ പഠിപ്പിച്ച ട്രിഗണോമെട്രിക് റേഷ്യോ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സിക് തീറ്റ, കോട്ട് തീറ്റ, ഇതിനൊന്നും എന്തില്ല, ഡയമെൻഷൻ ഇല്ല. കുറവ് തന്നെയാണ്. നമ്പേഴ്സ് 1 2 3 4 5 6 7 8 9 10 നമ്പേഴ്സിനൊന്നും എന്തില്ല, ഡയമെൻഷൻസ് ഇല്ല. അതെല്ലാം കുറവ് തന്നെയല്ലയോ, ലിമിറ്റേഷൻ ആണ്. This method cannot be determined angle, strain, numbers, trigonometric ratios, etc. This method on a dimension. Third, this method fails to derive a relationship when a physical quantity depends upon more than 3 physical quantities. അല്ലേ, ഇപ്പം v is equal to u plus at ഒക്കെ നമുക്ക് സഹിക്കാം. ഇങ്ങനെ ഇത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇത് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇത് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇങ്ങനെ ഒരു 5-6 തന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നല്ല, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടാണ് അല്ലേ. ഇത്രയോ 6 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം തന്നു കഴിഞ്ഞാൽ ഡയമെൻഷൻസ് എല്ലാം ഇവിടെ എഴുതി കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണെന്നേ പറയുള്ളൂ. ഫെയിൽസ് ടു ഡിറൈവ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, ഡിഫിക്കൽട്ട് ആണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദിസ് മെത്തേഡ് ഫെയിൽസ് ടു ഡിറൈവ് എ റിലേഷൻഷിപ്പ് when a physical quantity depends upon more than 3 physical quantities. 3 കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വന്നാൽ അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പാടാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മള് ഡയമെൻഷൻസ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് 2 ചാപ്റ്റർ അടിച്ചു തീർത്തു. 3ാമത്തെ ചാപ്റ്റർ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഏത് ചാപ്റ്ററാ? മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഫിസിക്സിൽ ഏറ്റവും ടഫ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് നമ്മൾ പ്രഷറോട് അങ്ങ് പഠിക്കണം. പ്രഷറെ പാസ്കൽസിലോ ഹൈഡ്രോളിലേക്ക് തീർത്ത് വെച്ചേക്കുക. ബാക്കിയിലോട്ടിന് നമ്മൾ കയറാൻ പോകണം. വലിയ ബ്രഹ്മാണ്ഡനായിട്ടുള്ള അടുത്ത വീഡിയോക്കകത്ത് ബെർണോളിസ് തിയറം പഠിച്ചോ. എന്താ പേടി, നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തിനും പേടിക്കാൻ ഒരു പേടിയും വേണ്ട. സിമ്പിളായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് ഉറപ്പിക്കാം പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടോ. ഫോളോ, മാക്സിമം സപ്പോർട്ട്, മാക്സിമം ഷെയർ, മാക്സിമം സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ നല്ല എനർജി ആയിട്ട്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് പൊട്ടിച്ചു വെച്ചേക്കണം, കാരണം നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കിട്ടത്തില്ല. അതെല്ലാ കുട്ടികളും ശ്രദ്ധിക്കണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക, നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടത്തില്ല. വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനകത്തൊക്കെ വീഡിയോസ് ഇനി ഇടാം. കൃത്യമായിട്ട് നോക്കുക. 2 ബാച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പഴയൊരു പുത്തൻ ബാച്ചിലോട്ട് കയറരുത്. പുത്തനായിട്ടുള്ളവർക്ക് അവസരം കൊടുക്കുക. 2 ബാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അടിച്ച് പൊളിച്ച് തകർത്ത് പഠിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരോടും മാഷിന്റെ വക എല്ലാവർക്കും നന്ദി. കാരണം 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന കുടുംബത്തിൽ എല്ലാവരുടെയും കൂട്ടത്തിൽ നിൽക്കാൻ, ഒരുമിച്ച് പോകാൻ സഹായിച്ചതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ ബൈ, സീ യു. ഓക്കെ വാ.